മോർണിംഗ് വെൽക്കം ടു മോർണിംഗ് ബ്രീഫ്. ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു രാത്രി കൂടി കടന്നുപോയി. US-ഇന്ത്യ ട്രേഡ് ഡീലിനെ കുറിച്ച് കൂടുതൽ കൺഫർമേഷൻസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഇന്നലെ US-ൽ കടുത്ത തീരുമാനങ്ങളാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് 200% നികുതിയും കോപ്പറിന് 50% നികുതിയും അതോടൊപ്പം തന്നെ ആന്റി US നയങ്ങൾ പിന്തുടരുന്ന ബ്രിക്സ് രാജ്യങ്ങൾക്ക് 10% അഡീഷണൽ താരിഫാണ് പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ എക്കണോമിക്കിൽ കുറച്ച് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ട്രേഡ് ഡീൽ ഇതുവരെ പുറത്തു വരാത്തത് കുറച്ച് ആശങ്കകൾക്ക് ഇടയാക്കുന്നുണ്ട്. ഇന്ന് ഓവറോൾ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് എല്ലാം ഇന്നലെ ക്ലോസ് ചെയ്തത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ 100%-ലധികം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ഏഷ്യൻ മാർക്കറ്റും ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം ട്രേഡ് ഡീലിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കൺഫർമേഷൻസ് നിലവിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുന്നത്. ഇന്ന് പക്ഷേ സെക്ടർ സ്പെസിഫിക് ഒത്തിരി ഇമ്പാക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയായിരിക്കും മുന്നോട്ട് വരിക. അതോടൊപ്പം തന്നെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സിന് ഇന്നൊരു നെഗറ്റീവ് സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒപ്പം ഒത്തിരി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനും ഇന്ന് സാധ്യതയുണ്ട്. കാരണം പല കമ്പനികളും അവരുടെ റിസൾട്ട് ഏർണിംഗ്സിന് മുമ്പായിട്ട് അവരുടെ ഔട്ട്ലുക്കുകളും ഗൈഡൻസും പുറത്തു വരുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക്കും വാർത്തകൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 25,420 എന്ന നിലയിലാണ് നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് ഉള്ളത്. 25,610 നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ്. ഇന്നലെ 25,500 മുകളിലുള്ള ക്ലോസിംഗ് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ കൂടി കൂടുതൽ കൺഫർമേഷൻ അതിന് നമുക്ക് വേണ്ടതുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 57,050 എന്നതാണ് അതിൻ്റെ ഒരു സപ്പോർട്ട് റേഞ്ച്. 57,520 അതിൻ്റെ റെസിസ്റ്റൻസ്. FI ലെവൽസ് കൂടി നമ്മൾ FIയുടെ ഫണ്ട് ഫ്ലോ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ ഒരു മാസം FIs എല്ലാം നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായാൽ മാത്രമേ മാർക്കറ്റിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റാലിക്ക് സാധ്യതയുള്ളൂ. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് നല്ലൊരു ട്രേഡിംഗ് നമുക്ക് എടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭ ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. ഒപ്പം ലൈവ് മാർക്കറ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം, വാട്സപ്പ് ചാനലുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ബയോയിലുണ്ട്. താങ്ക് യു സോ മച്ച്.